ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ ടെറസ് കിച്ചൺ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇത് സ്വീറ്റാണ്, പക്ഷേ ഇത് ഫ്രൈഡ് സ്വീറ്റാണ്. അപ്പോൾ എന്താണ് ഫ്രൈഡ് മിൽക്ക്? ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കാം. കാരണം ഇത് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ അല്ല, തനതായ വിഭവമൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ളതും മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ കടമെടുക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ഫ്രൈഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇത് സ്പാനിഷ് ആയിട്ടുള്ളൊരു സ്വീറ്റ് അല്ലെങ്കിൽ ഒരു ഡിസേർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, പ്രത്യേകിച്ച് പറഞ്ഞാൽ നോർത്തേൺ സ്പെയിനിലാണ് ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലർ. ഓക്കെ, അതിൻ്റെ ഒരു പേരെന്ന് പറഞ്ഞാൽ ലെച്ചി ഫ്രിട്ട എന്നാണ് സ്പെയിനിൽ അത് പറയുന്നത്. ലെച്ചി ഫ്രിട്ട എന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ലെച്ചി ഫ്രിട്ട എന്ന് പറയുന്ന ഒരു മിൽക്ക് കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. ഓക്കെ, അതാണ് പറയുന്നത് ഫ്രൈഡ് മിൽക്ക്. അപ്പം പാലെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് അല്ലേ? പക്ഷേ പാല് കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു വിഭവം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് അതൊരു കോട്ടിങ്ങോട് കൂടി. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ പുറമേ നല്ലൊരു കരികരിപ്പും ഉള്ളിൽ നല്ല സോഫ്റ്റ് കസ്റ്റേഡി ആയിട്ടുള്ള ഒരു വായിൽ മെൽറ്റിംഗ് ഇൻ മൈ മൗത്ത് എന്നൊക്കെ ഞാൻ പറയില്ല, അതുപോലെ മെൽറ്റിംഗ് ഇൻ ദ മൗത്ത് ഒരു ടെക്സ്ചറും ആയിരിക്കും ഉണ്ടാവണം. സോഫ്റ്റ് ആൻഡ് പുറമേ ക്രിസ്പി. കൂടുതൽ വർത്താനം പറഞ്ഞ സമയം കളയുന്നില്ല. എന്തായാലും 1/2 ലിറ്റർ പാലിൽ നമുക്കുണ്ടാക്കാം. അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ പാലെടുത്ത് വയ്ക്കുക, പിന്നെ 1/2 കപ്പ് കോൺഫ്ലവർ. അപ്പോൾ ഈ ഒരു സ്വീറ്റ് എന്ന് പറഞ്ഞാൽ പാല്, പഞ്ചസാര, പിന്നെ ഇച്ചിരി മാവെന്ന് പറയുമ്പോൾ കോൺഫ്ലവറാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയത്. നമ്മൾ വൈറ്റ് സോസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ, പക്ഷേ കുറച്ചുകൂടെ തിക്കായിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ മാവെന്ന് പറഞ്ഞാൽ മൈദയിൽ വേണമെങ്കിലും ചെയ്യാം, കോൺഫ്ലവറിലും ചെയ്യാം. ഇപ്പം നമ്മൾ കോൺഫ്ലവറിൽ തന്നെ ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കോൺഫ്ലവർ, പാൽ ആൻഡ് സം ഷുഗർ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് കോൺഫ്ലവർ ആൻഡ് 1/2 ലിറ്റർ പാൽ. ഇതും കൂടെ ഒരു മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതമാക്കി എടുക്കുക. അപ്പം പാലും ഇതിൻ്റെ കൂടെ പഞ്ചസാര 1/2 കപ്പ് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്തായില്ലേ ഇത്? അപ്പോൾ കട്ടയില്ലാണ്ട് തന്നെ സ്മൂത്തായിട്ട് കോൺഫ്ലവറും പാലും, കുറച്ച് പാല്, പഞ്ചസാര. അപ്പോൾ ബാക്കിയിരിക്കുന്ന പാല് ആദ്യം നമുക്ക് ഒഴിക്കാം. ഇത് ടോട്ടൽ 1/2 ലിറ്റർ പാലാണ്, എല്ലാം കൂടി ചേർത്തിട്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൈ എടുക്കാണ്ട് ഇളക്കാം. ഇപ്പോൾ നല്ല കുറുകി, നമ്മളിപ്പോൾ വൈറ്റ് സോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഏതാണ്ട് അതുപോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. തിക്കായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. ആ പാത്രം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പാത്രമോ സ്റ്റീൽ പ്ലേറ്റോ എന്താണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാത്രത്തിലേക്കാണ് മാറ്റാൻ പോകുന്നത്, നമ്മുടെ ഒരു ഇതുപോലത്തെ ഒരു ഡിഷിലേക്ക്. അതിൽ ഞാനിപ്പോൾ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്യാനെല്ലാം എളുപ്പമായിരിക്കും. ഡീപ്പായിട്ടുള്ളൊരു പാത്രമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നല്ല താഴ്ചയുള്ള പാത്രം. ഇത് പെട്ടെന്ന് തന്നെ നല്ല ടൈറ്റായിട്ട് വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് നോക്കിയാൽ നമ്മളുടെ മിശ്രിതം ഇങ്ങനെ ചെറുതായി ടൈറ്റായി വരുന്നു. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും ആയില്ല. തിളച്ച് കഴിഞ്ഞാൽ വെരി ഫാസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. കൈയെടുക്കാണ്ട് ഇളക്കുക. എന്ത് പെട്ടെന്നാകുന്നത് നോക്കിയേ. സോ നൈസ്. നല്ല സ്മൂത്തായിട്ട് ആക്കണം. ഓക്കെ, ചെറിയ കട്ട പോലെയൊക്കെ തോന്നും അതിങ്ങനെ കട്ടിയായി തുടങ്ങുമ്പോൾ, പക്ഷെ അങ്ങനെയല്ല. അതിങ്ങനെ ചേർന്ന് വരുമ്പോൾ എല്ലാം സ്മൂത്തായിട്ട് വരും. കണ്ടില്ലേ, ഈ രീതിയിലേക്ക് മാറും. അപ്പോൾ എല്ലാം സ്മൂത്തല്ലേ, ഒട്ടും തന്നെ കട്ടയൊന്നുമില്ല. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് സെറ്റാകാനായിട്ട് സമയം കൊടുക്കണം. ഇത് നല്ല സെറ്റായി വരും, മുറിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് മാറും. യെസ്, തീ ഓഫ് ചെയ്യട്ടെ. ഇതിൻ്റെ ചൂടെല്ലാം പോയി കൂളായി കഴിയുമ്പോഴാണ് അത് നല്ല സെറ്റാകുന്നത്. അത് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഓക്കെ, നമ്മൾ ഉണ്ടാക്കി വെച്ച് ഫ്രൈഡ് മിൽക്കിൻ്റെ മിൽക്ക് പാർട്ട് കുറച്ച് നേരം നന്നായിട്ട് തണുക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇനി ഇത് ഡിമോൾഡ് ചെയ്യാം. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംവിധാനം ചെയ്തത്. അപ്പോൾ ഇത് കറക്റ്റ് അതെ. ഓക്കെ, നന്നായിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്യാനും നല്ലതായിട്ട് ഷേപ്പായിട്ട് വരും. ഉണ്ടല്ലോ, പെർഫെക്റ്റ്. ഇതാണ് സംഭവം. ഇനി ഇതിനെ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം, ചെറിയ സ്ക്വയർസ്.
എന്നിട്ട് ഓരോന്നും സൈഡ്സ് വേണമെങ്കിൽ നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് സ്ക്വയർസ് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിലും ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് മിൽക്കിൻ്റെ കട്ടിംഗ് പാർട്ട് ഈസ് ഓവർ. ഇനി നമുക്ക് കുറച്ചൊരു ബാറ്റർ ഉണ്ടാക്കണം. അതായത് ഏകദേശം ഒരു 3/4 കപ്പോളം മൈദ മാവ് മുക്കിക്കോളൂ. 3/4 കപ്പ് മൈദ മാവും ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു നുള്ളുപ്പ്. ഉപ്പ് ആദ്യം ഇടാം, ഒരു നുള്ളുപ്പ്. ഷുഗർ, പഞ്ചസാര ഒരു 1.5 ടേബിൾ സ്പൂണോ 2-2.5 എത്രയാണെങ്കിലും കുഴപ്പമില്ല. ഇനി വെള്ളം. ഓക്കെ, ചെറിയ വിസ്ക് കയ്യിലെടുത്തു. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഒഴിക്കും. നല്ല തിക്ക് ബാറ്റർ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് പോരാ, ഇച്ചിരി കൂടെ വേണം. കുറച്ചുകൂടി വെള്ളം. ഏകദേശം കൺസിസ്റ്റൻസി ഓക്കെയാണ്. അതായത് നല്ലൊരു കോട്ടിങ് കിട്ടണം, കുറച്ച് തിക്കായിട്ടുള്ളൊരു കോട്ടിങ്. അല്പം വെള്ളം കൂടി ആകാം. അപ്പോൾ ഏകദേശം ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ചു എന്ന് തന്നെ പറയാം. ഓൾമോസ്റ്റ് നമുക്കൊരു കുറുകിയ ഒരു ബാറ്ററാണ് വേണ്ടത്. ഓക്കെ, ബാറ്റർ ഈസ് റെഡി. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് റൊട്ടിപ്പൊടി, ബ്രെഡ് ക്രംസ്, ഓക്കെ, ഇട്ട് വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പീസ് എടുക്കുക, ഇതിലിങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഇതൊരു കോട്ടിങ് ആകുമല്ലോ. അത് കഴിഞ്ഞിട്ട് സോ ഫ്ലിംസി ഇങ്ങനെ ഓടുന്നു. ഓക്കെ, റൊട്ടിപ്പൊടിയിൽ ഇട്ടിട്ടൊന്ന് കവർ ചെയ്യണം. ഒരു നല്ലൊരു കോട്ടിങ് കവർ ചെയ്തെടുക്കണം. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ആക്കിയിട്ട് ഈ പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇതുപോലെ എല്ലാം അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, വീണ്ടും കവറിങ് നമുക്കൊരു ഫോർക്കിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ എല്ലാം നമുക്കിങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് മിൽക്കിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. കുറച്ച് ഒന്ന് സെറ്റാണ് എങ്കിലും അങ്ങനെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. 7 മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല. ഫ്രീസർ ആയതുകൊണ്ട് പെട്ടെന്നാകും. താഴത്തെ തട്ടിലാണെങ്കിൽ കൂടുതൽ സമയം വേണം. ഓക്കെ, 7 to 10 മിനിറ്റ്സ് ഇൻ ഫ്രീസർ. ഈ സമയം നമുക്ക് എണ്ണയും ചൂടാക്കാനായിട്ട് ചെറിയ തീയിലിടാം. ഓക്കെ, ഏതാണ്ട് ഒരു 10 മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട്. 7 to 10 മിനിറ്റ്സ്. എണ്ണയും ചൂടായി. ഞാൻ ചെറിയ തീയിലിട്ടിരുന്നു. ഓക്കെ, ഇനി തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടായി. ഇനി നമുക്ക് 1 by 1 ഇടാം. ഞാൻ അടുപ്പൊന്ന് മാറ്റിയിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ഇനി ഇത് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈഡായി വരണം. ചെറുതായിട്ടത്. ഇപ്പോൾ ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല, ഒരു ഹാഫ് മുങ്ങി കിടക്കുകയാണ്. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക അല്ലേ. ഇപ്പം നമ്മൾ നോക്കിയേ, ചെറുതായി കളേഴ്സ് മാറി മാറി വരണു. ഒരു ഗോൾഡൻ ബ്രൗൺ എല്ലാ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റും. ഓക്കെ, നമ്മുടെ ഫ്രൈഡ് മിൽക്ക് ഈസ് റെഡി. ഇനി എടുക്കട്ടെ എണ്ണയിൽ നിന്ന്. ഒരു ഗോൾഡൻ ബ്രൗൺ. അങ്ങനെ എണ്ണ കുടിക്കും അങ്ങനെയൊന്നും പേടിക്കണ്ട, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നന്നായിട്ട് കിട്ടും. നല്ല കരുകരുപ്പായിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുക. ഇനി ബാക്കിയിരിക്കുന്ന നമ്മുടെ ഫ്രൈഡ് മിൽക്കിൻ്റെ സംഭവങ്ങൾ ഇനി ഇട്ട് വറുത്തെടുക്കാം. ലാസ്റ്റ് എല്ലായിടത്തും കഴിഞ്ഞു. ആഹാ, നല്ല കരുകരുപ്പ്, പുറമേ ഉള്ളിൽ നല്ല സോഫ്റ്റ് കസ്റ്റേർഡ് മാതിരിയല്ലേ അകത്ത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ഫ്രൈഡ് മിൽക്ക്
ഇസ് റെഡി. നല്ല കരുകരുപ്പ് എടുത്ത് കാണിക്കട്ടെ. ഇവിടുത്തെ കരുകരുപ്പ് മനസ്സിലാവുമല്ലോ. ഇനി ഇത് ഓപ്പൺ ചെയ്യട്ടെ. സോഫ്റ്റായിട്ടുള്ള അതിൻ്റെ ഉൾഭാഗം, സോഫ്റ്റ് കസ്റ്റർഡി ടൈപ്പ്. ആവി ഉറക്കുന്നു, ദൈവമേ നല്ല ചൂട്. ഓക്കെ, പാല് വറുത്ത് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. അകത്ത് നല്ല മിൽക്കി ടേസ്റ്റാണ്. സോ സോഫ്റ്റ്, നല്ല ചൂട്. പുറമേ ഉള്ള ആ കരുകരുപ്പ് കറക്റ്റ് ഫീൽ ചെയ്യാം. ആൻഡ് അകത്ത് ആ സ്വീറ്റ് ഫീലിംഗ്, സ്വീറ്റ് സോഫ്റ്റ്, അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. രണ്ടും കോൺട്രാസ്റ്റ്. എന്തായാലും സ്പാനിഷുകാരെല്ലാം സമ്മതിക്കണം അല്ലേ, ഇത് അവരുടെ വിഭവമാണ്. സ്പാനിഷ് ഐറ്റം, അവരുടെ ഒരു സ്വീറ്റ്, സോ നൈസ്, നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്. എൻ്റെ ഫ്രൈഡ് മിൽക്ക് കംപ്ലീറ്റ് ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ വേണ്ട, തൽക്കാലം നിർത്തുന്നു. ഇതെല്ലാം ഞാൻ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കഴിക്കാൻ പോകണേ. ഇതെല്ലാം താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്, പിള്ളേർക്ക് എല്ലാം കൊടുക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, വളരെ എന്താ പറയണ്ടേ, എനിക്ക് പറയാൻ വാക്കുകളില്ല. നല്ല രസമുള്ളൊരു പലഹാരം. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇനി ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക. ഓക്കെ, അതാണ് എൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു ഭാഗം. ലൈക്ക്, കമൻറ്റ്. അപ്പോൾ ആ കമൻ്റ് എന്ന് പറയുമ്പോൾ അത് ഫീഡ്ബാക്സാണ്. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്സ് വീണ്ടും പറഞ്ഞു തരിക. ഓക്കെ, വേറെ വീഡിയോസിൻ്റെ താഴെ ഒന്നും പറയാമല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഇത്രയും സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച്. പിന്നെന്താ പറയേണ്ടത്, കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN Vlogs YouTube family. Thank you so much. Thank you for watching and keep on watching Lekshmi Nair Vlogs.